ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ഓണ സെയിൽ ഓഫർ തുടരുകയാണ്. അപ്പോൾ എല്ലാവരും മേടിച്ചോടുക. നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഏതാണെന്നുള്ളത് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ഹൈഡ്രേഞ്ച പ്ലാന്റ്സ് ആട്ടോ. ഹൈഡ്രേഞ്ചിൻ്റെ ഒരു 5 വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെറും 235 രൂപ മാത്രമാണ് നമ്മൾ റേറ്റ് കുറച്ചിട്ടുള്ളത്. അത് ഈ ഓണം ഓഫറിൻ്റെ ഇതിൽ മാത്രമാണ് നമ്മൾ റേറ്റ് കുറച്ചത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആവശ്യക്കാർ മേടിക്കുക. അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ. ക്യാറ്റസിൻ്റെ ഒരു 6 വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നന്നായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ്. ഇലകളുടെ അറ്റത്തായിട്ടാണ് നിറയെ പൂക്കൾ വിരിയാറുള്ളത്. ഇതിൻ്റെ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ, ഡിസംബർ, ജനുവരി സമയത്താണ് കേട്ടോ. ക്യാറ്റസിന് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ഈ 6 വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും 170 രൂപയാണ്. നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് നമുക്ക് നല്ലപോലെ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ പൂക്കളും കാണാനും. അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ. ബോൾസത്തിൻ്റെ ഒരു 10 വെറൈറ്റീസാണ് ഇത് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ. അത്യാവശ്യം വലിയ രീതിയിലുള്ള പൂക്കളാണ് ഇതിൽ വിരിയാറുള്ളത്. ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം. എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ്. ഇതിന് സീസൺ പ്ലാന്റ്സ് ഒന്നുമല്ല, എന്നും പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വളർത്താനും ഈസിയാണ്. പിന്നെ ഇതിന് വെള്ളം ആവശ്യമാണ്. എന്നാൽ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടുള്ളതുമല്ല. പക്ഷേ ഇത് നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് ഏത് ചെടി വളർത്താൻ അറിയാത്തവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. 10 വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 270 രൂപയാണ്. നല്ല ഭംഗിയാണ്, നല്ല പോലെ പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത്. അടുത്ത് നമ്മുടെ കുറച്ച് വള്ളിച്ചെടികളാണ് കേട്ടോ. വള്ളിച്ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വള്ളിച്ചെടി എടുത്താലും വെറും 50 രൂപയെ നമ്മൾ റേറ്റ് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് വില കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഓണം ഓഫർ സെയിലും കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ പ്ലാന്റ്സിനും നമ്മൾ നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്യാം. ഈ നമ്മുടെ വള്ളിച്ചെടികളൊക്കെ നമുക്ക് കെയറിങ് ഇല്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ്. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ വളർത്തുകയാണെങ്കിൽ നമുക്ക് കുറേ പുറത്തുനിന്ന് വരുന്ന പൊടിപടലങ്ങളൊക്കെ തടുത്ത് നിർത്താനും, പിന്നെ ചൂട് കാലത്ത് നല്ല തണുപ്പുമാണ്. ഇത് നന്നായിട്ട് വളർത്തിയെടുത്താൽ നല്ല തണുപ്പും കിട്ടും. അപ്പോൾ അങ്ങനെ ഈ വള്ളിച്ചെടികൾ നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. എന്നും കൊലകുത്തി പൂക്കൾ വിരിയും. അതുപോലെ തന്നെ പൊടിയിൽ നിന്നൊക്കെ നമ്മൾക്ക് കുറേ തരണം ചെയ്ത് നിർത്താൻ പറ്റും. തണുപ്പും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും പറ്റുന്ന പ്ലാന്റാണ്. മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ പോട്ടിലൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ ഇത് നമുക്ക് ഗേറ്റിൽ കൂടിയോ മതിലിൽ കൂടിയോ സൺസൈഡിൽ കൂടിയോ ഒക്കെ പടർത്തി കയറ്റാവുന്നതാണ്. നല്ല ഭംഗിയാണ് താനും. നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടികളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണോ വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് ചെയ്താൽ മതി. നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാൻ കേട്ടോ. നല്ല രസത്തോടു കൂടി വളരും. അടുത്ത പ്ലാന്റ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് കേട്ടോ. ഹൊയേൻ്റെ ഒരു 6 വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ. ഈ 6 വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 300 രൂപയാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല വള്ളി പോലെ പടർത്തി കയറ്റാവുന്നതൊക്കെയാണ്. നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ്. കാണാനും നല്ല ഭംഗിയാണ്. ബോളാകൃതിയാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. അടുത്ത പ്ലാന്റ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ. ഫിറ്റോണിയൻ്റെ ഒരു 10 വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ബൗളിലൊക്കെ വെച്ച് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഇലച്ചെടികൾ വളർത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്ലാന്റാണ് ഫിറ്റോണിയ പ്ലാന്റ്സ്. 10 വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് വെറും 300 രൂപയാണ്. ഇതിന് കൊറിയർ ചാർജ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അത് എക്സ്ട്രാ വരുന്നതാണ്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് വെറും 10 കളറിന് 300 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ.
അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിഡോ പ്ലാന്റ്സ് ആട്ടോ. റെസിഡോൻ്റെ ഒരു 3 വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 85 രൂപയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാൻ. നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജിമിക്കി കമ്മലാട്ടോ. ജിമിക്കി കമ്മലിൻ്റെ ഒരു 2 വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 85 രൂപയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ. ശരിക്കും നമ്മുടെ ഒരു കമ്മലിൻ്റെ ഒരു ആകൃതിയാണ്. അടുത്തതൊരു കോംബോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോംബോ ആണ്. ഇത് നമുക്ക് 8 കളറിൻ്റെ ഒരു കോംബോ നമ്മൾ കൊടുക്കുന്നുണ്ട്. 450 രൂപയാണ് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത്. കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കണ്ടമാനം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നനവനുസരിച്ച് മാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്. ഇത് നമുക്ക് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്തൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ്.